ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പ്രത്യേകതയാണ്. പലരും കോഴിക്കോടിന് പുറത്തുള്ള പലരും കോഴിക്കോടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെക്കുറിച്ച് വലിയ തോതിൽ പ്രകീർത്തിച്ച് പറയാറുണ്ട്. അത് അവരുടെ നല്ല മര്യാദയോടെയുള്ള വിനയത്തോടെയുള്ള പെരുമാറ്റം, അത് കോഴിക്കോടിന് പുറത്ത് തന്നെ നല്ല പ്രശംസ പിടിച്ചു പറ്റിയതാണ്. അപ്പോൾ പലരും ഞങ്ങളോടെല്ലാം നേരിട്ട് പറഞ്ഞ ആ കാര്യം അറിയാവുന്നതുകൊണ്ട് ആ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഞങ്ങൾ ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യുക. നല്ല പെരുമാറ്റവും യാത്രക്കാരോട് സൗഹൃദപരമായി ഇടപഴകുന്ന രീതിയുമാണ് അവരെ ഇത്തരത്തിലുള്ള പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. അവർ നേരിടുന്ന ചില പ്രശ്നങ്ങളിപ്പോൾ ഉണ്ട്. അതായത് നമ്മുടെ ടാക്സി രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോൾ ടാക്സിയും ഓൺലൈൻ ടാക്സിയും ഒക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ പൊതുവെ അത് ബാധിക്കും. അപ്പം അതൊരു പ്രശ്നമാണ്. അത് ഏത് തരത്തിൽ നേരിടണമെന്നതും ഗൗരവമായി, അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ എങ്ങനെ വേണം എന്നത് ഗൗരവമായി തന്നെ ഞങ്ങൾ പരിഗണിക്കും. ഇവിടെ കോഴിക്കോടിൻ്റെ പ്രത്യേകത പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് IIM. IIM നല്ല പ്രശസ്തി പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെ കോഴിക്കോട്. പ്രത്യേകിച്ച് അവർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വിഷയം കൈകാര്യം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പഠിക്കുന്നതും ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് കേവല സാങ്കേതിക വിദഗ്ധരെ സൃഷ്ടിക്കലല്ല, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള യുവാക്കളെ വാർത്തെടുക്കാനാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ സാധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ IIM ഇവിടെ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കഴിവ് ഉപയോഗിക്കാൻ പറ്റണം. സംസ്ഥാനത്തിന് പറ്റും, നല്ല തോതിൽ ജില്ലക്ക് പറ്റും. കാരണം അവിടെയുള്ള ഫാക്കൽറ്റികളെ ഉപയോഗിച്ച് ഇതിൽ താല്പര്യമുള്ള പഠിതാക്കളെ ഉപയോഗിച്ച് വിവിധ പദ്ധതികൾ നമുക്കിവിടെ നടപ്പാക്കാൻ കഴിയും. കോർപ്പറേഷൻ മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിൽ തന്നെ ചില കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്താൽ ഇവിടെ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നതാണ്. ഇത്തരമൊരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങൾ ചില പ്രശ്നങ്ങൾ അതിനുണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇത്തരം കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങുന്നുണ്ട്.
നല്ല കാര്യമാണ്, അതിൽ ഒരു ആക്ഷേപമില്ല. പക്ഷെ അത് നിലവിലുള്ളതിനെ പ്രയാസത്തിലാക്കരുത്. ഇപ്പോൾ പഞ്ചാബിൽ പുതുതായി തുടങ്ങിയ കേന്ദ്രത്തിൽ ഇവിടുത്തെ ഫാക്കൽറ്റിയാണ് പോകേണ്ടത്. ഇവിടുത്തെ IIMലെ ഫാക്കൽറ്റി അവിടെ പോകാനുള്ള ചുമതല ഉള്ളവരാണ്. അപ്പോൾ ആ ചെലവ് ഇവിടുത്തെ ചെലവിലാണ് വരുന്നത്. അവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ ചെലവിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ IIMൻ്റെ പ്രവർത്തനത്തിന് ചെറിയ പ്രയാസങ്ങളാണ് അത് സൃഷ്ടിക്കുക. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന IIMന് എല്ലാ പുരോഗതിയും ഞങ്ങൾ ആശംസിക്കുക. അതുപോലെ തന്നെ കോഴിക്കോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, ദേശീയ തലത്തിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് NIT. നല്ല നിലക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അത് പൊതുവിൽ ഇത്തരം ചില സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു കേവല സാങ്കേതിക റോബോട്ടുകളായിട്ട് മാറാൻ പാടില്ല. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗത്തെയാണ് നമുക്ക് ആവശ്യം. പഠനം ഇവിടെയെല്ലാമുള്ള രീതികൾ വെച്ചാൽ അത് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടാക്കുന്ന രീതിയിലാവുന്നുണ്ടോ എന്ന സംശയം നല്ല നിലക്കുണ്ട്. അത് വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല തോതിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ ചെറുപ്പക്കാർ വളർന്നു വരാനിടയാകണം. കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നല്ല തോതിൽ സാമൂഹ്യ പ്രതിബദ്ധത അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അല്ലെങ്കിൽ യാന്ത്രികമാവും കാര്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് DGP തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം DGP സെൻകുമാർ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു IG സോളാർ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിച്ചുവെന്നാണ്. ഇത് നിസ്സാരമായി കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ തെളിവാണെങ്കിലോ സരിത ഉപയോഗിച്ചിരുന്ന ഫോണിൻ്റെ ആ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളാണ്. അത് നശിപ്പിച്ചുവെന്ന് പോലീസ് മേധാവി തന്നെ കമ്മീഷന് മുന്നിൽ തെളിവ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ആ IGക്കെതിരെ അത് ഗുരുതരമായ കുറ്റമാണല്ലോ. ആ കുറ്റം ചെയ്ത IGക്കെതിരെ ഒരു അന്വേഷണം പോലും ഇതേവരെ ഉണ്ടായിട്ടില്ല. അന്വേഷണത്തിലേക്ക് പിന്നെ നടപടിയുടെ കാര്യം പറയേണ്ടതില്ല. ഒരു തരത്തിലുള്ള നടപടിയും ആ IGക്കെതിരെ ഉണ്ടായിട്ടില്ല. അത് കാണിക്കുന്ന എന്താ? നമ്മുടെ സംസ്ഥാനത്ത് ഒരു വാർത്ത വന്നിരുന്നല്ലോ, ഒരു ഫോണിൽ വന്ന മെസ്സേജ് ഒരു പോലീസുകാരൻ തെറ്റായി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുത്തുപോയി. അയാൾ മേലോട്ട് കൊടുക്കേണ്ട കാര്യം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുത്തുപോയി. അത് സാങ്കേതികമായി പിഴവ് തന്നെ. അയാളുടെ പേരിൽ നടപടിയെടുത്തു. നടപടി വന്നപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. താങ്ങാൻ കഴിയാതെ ജീവനൊടുക്കുന്ന നിലയൊക്കെ ഉണ്ടായി അയാളുടെ ഭാഗത്ത്. ഇതാണ് പോലീസിൻ്റെ രീതി. കാരണം സാങ്കേതികമായി തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്താൽ അതിനെതിരെ നടപടിയെടുക്കും. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണല്ലോ, ഈ ജില്ലയിൽ തന്നെയാണല്ലോ ഉണ്ടായത്. ഇവിടെ തന്നെയാണല്ലോ ഉണ്ടായത്.
അയാൾ അറിയാതെ പറ്റിപ്പോയൊരു കാര്യമാണ്. അത് ബോധ്യപ്പെടാനും ഉൾക്കൊള്ളാനും പോലീസിലെ സാധാരണ രീതി പോലീസിനെ അനുവദിച്ചില്ല എന്നാണ് പോലീസ് പറഞ്ഞ ന്യായം. എന്നാൽ എന്താ ഈ ഐ ജിക്കെതിരെ ഒരു നടപടിയില്ലാത്തത്? അപ്പോൾ ഐ ജി അങ്ങനെ ചെയ്തത് ആ ഐ ജിയുടെ സ്വമനസ്സാലെയാണ് എന്ന് പറയാൻ പറ്റില്ല. നടപടി എടുക്കേണ്ടവർ ഇങ്ങനെ ചെയ്താലും സംരക്ഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ഉറപ്പ് നൽകിയത് കൊണ്ടാവാം ഈ ഐ ജിക്കെതിരെ ഗുരുതരമായ തെറ്റിനെതിരെ ഒരന്വേഷണവും നടപടിയും ഇല്ലാത്തത്. ഇവിടെ ഡി ജി പി തന്നെ വെളിപ്പെടുത്തുകയാണ്, ഈ സരിതയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്നും ഒരു പോലീസ് സംഘം എത്തിയിരുന്നു. അവർ തിരിച്ചുപോയി. പിന്നീട് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂരിലെ സംഘമാണ്. അങ്ങനൊരു അറസ്റ്റ് നടന്നപ്പോൾ വീട് റെയ്ഡ് ചെയ്തില്ല. ഇതെല്ലാം കൃത്യവിലോപമാണ് എന്ന് ഡി ജി പി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഗൗരവമായ കാര്യമാണ്. അതായത് പോലീസിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയുമില്ല. അപ്പോൾ ഉന്നതരുടെ പങ്കാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതായത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതേവരെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഡി ജി പി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ കേസ് അട്ടിമറിക്കാനും അതുപോലെ തന്നെ സരിതയെ സംരക്ഷിക്കാനും സർക്കാരിലെ ഉന്നതർ ആദ്യം മുതലേ ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഈ നാട് പറഞ്ഞ കാര്യം ശരിവെക്കുന്നതാണ് ഡി ജി പിയുടെ ഇപ്പോഴത്തെ മൊഴി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി പിന്നെ ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. അല്ല, ഞങ്ങളെന്താ പറയേണ്ടത്? എന്താ നിങ്ങൾ ആക്രമിക്കാത്തത്? ഞങ്ങളെ ഒന്ന് ആക്രമിച്ച് തരൂ എന്ന് ഞങ്ങൾ പറയണമെന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അജണ്ട വെച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ കണ്ടാൽ മതി അതിനെ. അതിൻ്റെ ഭാഗമാണ് നിങ്ങളുടെയും ചോദ്യം. ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളാണ്. അവരുടെ കാര്യങ്ങൾ വരട്ടെ, അവർക്കെന്താ പറയാനുള്ളത്? അവർ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായെന്ന് മാത്രമല്ല, യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാന കക്ഷിയാണ്. ഈ കേരളത്തിലെ ഭരണത്തിൻ്റെ കെടുതികൾക്ക് അവരും ഉത്തരവാദിയാണ്. അത് നമ്മൾ കാണാതിരിക്കുന്നു. ഈ ടാഡയെ പോലെ അതുപോലെ തന്നെ കോട്ടയെ പോലെ തന്നെ ഒരു ജനവിരുദ്ധ നിയമമാണ് UAPA എന്ന് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഈ UAPA ആദ്യം ദലിതർക്കെതിരും അതേപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പ്രയോഗിച്ചപ്പോൾ CPM അതിനെതിരെ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പം CPM നേതാവ് ജയരാജനെതിരെ UAPA ചോദിച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്ത് UAPA എന്ന ജനവിരുദ്ധ നയത്തിനെതിരെ CPM വല്ല പ്രക്ഷോഭം എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നു? ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ശക്തമായി പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPI. ഇത് തെറ്റായി ഉപയോഗിച്ച ഘട്ടങ്ങളിലെല്ലാം
അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിച്ചിട്ടുമുണ്ട്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം ചെറുപ്പക്കാരെ ഒരു തെറ്റും ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് കേസിൽപ്പെടുത്തി ശിക്ഷിച്ച് ജയിലിലയച്ച് അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാൻ CPM ആയിരുന്നു തയ്യാറായിരുന്നത്. കാരണം അത് ഭീകരവിരുദ്ധ നിയമം തെറ്റായി ഉപയോഗിക്കുന്നതിനെ തുറന്നു കാണിക്കലായിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രകാശ് കാരാട്ട് ആ ഘട്ടത്തിൽ ഇവരിൽ ഒരു കൂട്ടം ആളുകളെ കൂട്ടി രാഷ്ട്രപതിയെ കാണുന്ന നിലയടക്കം സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും വ്യക്തമായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യം പ്രയോഗിച്ചത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. അന്ന് അത് പ്രയോഗിച്ചത് വിവേചനത്തോടെയാണ് എന്ന അഭിപ്രായത്തിൽ UAPA നിയമം എന്നത് നമ്മുടെ രാജ്യത്ത് തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് അതിനുള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആദ്യം ഈ നിയമം പ്രയോഗിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. ആർക്കെതിരെ? കൈവിട്ട് കേസിലാണ് പ്രയോഗിച്ചത്. അത് ശരിയായ നിലപാട് തന്നെയാണ്. എന്താ സംശയം? കൈവെട്ടാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്ക് ആ അഭിപ്രായമില്ല. കൈവെട്ടാനൊന്നും അവകാശം ഈ നാട്ടിൽ ആർക്കും ഇല്ല. ആ കൈവെട്ടാണെങ്കിൽ നേരത്തെ ആസൂത്രണം ചെയ്തതാണ്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിരായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പോരാ, അത്രയും വലിയ ഗൂഢാലോചനയാണ് അതിൻ്റെ പിന്നിലുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിയമം എടുത്തുപയോഗിച്ചത്. ഇങ്ങനെ തന്നെ ഇത്തരം ഡാഡയും കോട്ടയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന നിയമങ്ങളായിരുന്നു. അത് അവസാനം ജനവിരുദ്ധാണ് കണ്ട അവസാനം. അതെ, ശരിയായ നിയമം തെറ്റായി ഉപയോഗിക്കുന്ന രീതികൾ നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നിയമവ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് ചിലത് വേണ്ടി വരും. കാരണം അത്രമാത്രം ഭീകരർ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സമുദായത്തെ ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ ചിലർ തയ്യാറാകുന്നു. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഭീകരതയെ ശരിയായ രീതിയിൽ തന്നെ നേരിടേണ്ടതായിട്ടുണ്ട്. അതിന് ഉതകുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടിയും വരും. അത് സാധാരണ IPC വണ്ടയില്ലേ അതുപോലെ എന്ന് ചോദിച്ചാൽ അത് പോരാ എന്നത് തന്നെയാണ് ഞങ്ങളുടെയും നിലപാട്. തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ ഇപ്പോൾ ഉണ്ടായ അനുഭവം. അതെ, അതുകൊണ്ടാണല്ലോ ശരിയായ രീതിയിൽ നേരത്തെ ഉപയോഗിച്ചത്. ആ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് തെറ്റായി പിന്നെ വന്നാൽ തെറ്റാണെന്ന് പറയും. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ UAPA വേണമെന്ന ഒരു ഇതിലാണ് UDF സർക്കാർ ആ കേസ് ഉപയോഗിക്കുന്നത്. അതാണോ രാഷ്ട്രീയ സംഘർഷത്തിലുള്ള മരുന്ന് എന്ന് വിശ്വസിക്കുന്നത്? കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചതല്ല. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിനുള്ള മരുന്നായിട്ടല്ല ഇതിനെ ഉപയോഗിച്ചത്. അവിടെ ബോംബ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് UAPA ഉപയോഗിച്ചത്. അതെ, അതാണല്ലോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ബോംബ് ഉപയോഗിച്ചതിനെതിരെയാണ് ഈ പറയുന്ന നിയമം എടുത്ത് ഉപയോഗിച്ചത്. ഇതല്ല ഈ ടെററിസ്റ്റ് വിരുദ്ധ നടപടികൾ സ്വീകരിച്ചത്. അതാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് ആ ആക്ട് എന്തിനുപയോഗിച്ചു എന്ന പ്രശ്നം വന്നപ്പോൾ ബോംബാണെന്ന് പറഞ്ഞു. എന്നാൽ ബോംബ് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ, ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയ എത്രയോ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നിനും ഇത്തരമൊരു നിലപാടുണ്ടായിരുന്നില്ല. ഇത് വ്യക്തമായി RSS പ്രീണന നിലപാടായിരുന്നു. RSSനെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പും സ്വീകരിച്ച നടപടിയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് CBI ഏറ്റെടുത്തതിന് ശേഷം UAPA ഇതിൽ ചെലുത്തുന്നത്. അപ്പോൾ RSSൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് ഇക്കാര്യത്തിൽ ഒരേ തരത്തിലുള്ളതാണ്.
ഇതിൻ്റെ ഉദ്ദേശമാണ് മനസ്സിലാക്കേണ്ടത്. ഉദ്ദേശം മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടുക. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കേണ്ടി വരും. മധുസൂദനൻ്റെ പേരിലാണ് UAPA ആദ്യം ഇട്ടത്. അപ്പോൾ കോടതി എല്ലാ റെക്കോർഡുകളും പരിശോധിച്ചു. ആ റെക്കോർഡുകൾ പരിശോധിച്ച കോടതി പറഞ്ഞു, ഈ വകുപ്പ് ചേർക്കാൻ യാതൊരു ന്യായീകരണവും ഈ കേസിൻ്റെ ഇതേവരെയുള്ള നടപടിക്രമങ്ങൾ വെച്ചില്ല, ആ രേഖകൾ വെച്ചില്ല. അങ്ങനെയാണ് മധുസൂദന് ജാമ്യം കൊടുക്കുന്നത്. അത് കോടതിയുടെ ഒരു ഇടപെടലായിരുന്നു. കോടതി അത് പരിശോധിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അത്തരം പരിശോധനയിലേക്ക് കോടതി കടന്നാൽ ഈ ഉപയോഗിച്ചതിന് യാതൊരു ന്യായീകരണവുമില്ല എന്ന് മനസ്സിലാവും. ജയരാജൻ്റെ കാര്യത്തിലും ആ പരിശോധന വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UAPA കേസിൽ കടന്നല്ലോ. ആ കടന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ കടന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ് എന്ന് കോടതി കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ തുറന്നും UAPA ഉപയോഗിക്കുമ്പോൾ കോടതി പരിശോധിക്കുമല്ലോ. അതാണല്ലോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഞങ്ങൾ കേരളത്തിൽ നേടിയ വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ്. ഒരു തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ശക്തിയുമായും വിഘടിത ശക്തികളുമായും ഒരു ബന്ധവും ഞങ്ങളുണ്ടാക്കിയിട്ടില്ല. അത് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ആ നില ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊരു കാര്യവും ഞങ്ങൾക്ക് മറച്ചു വെക്കാനില്ല. ഈ കാർഷിക വിളകൾ വില കിട്ടാത്ത അവസ്ഥയുണ്ട്. കർഷകർ ആകെ പ്രതിസന്ധി. ഒന്നിനും വില കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യവിളകൾ ഒന്നും വിലയില്ല. ഇതിന് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ? അതാ പരിഹാരമാണല്ലോ ഞങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം വില സ്ഥിരതയാണ്. ഒരു കാർഷിക വിള, ആ വിളക്ക് കർഷകന് വരുന്ന ചെലവിനെ അടിസ്ഥാനപ്പെടുത്തി വില കർഷകന് ലഭിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അത് ലഭിക്കും എന്നതിന് സർക്കാർ ഉറപ്പുണ്ടാക്കണം. അത് ആ വിള സംഭരിച്ചിട്ട് കൂടി സർക്കാർ നടപ്പാക്കണം. അതാണ് അതിൽ പ്രധാനം. ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് CPM ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇത്തരം ന്യൂനപക്ഷ വോട്ടുകളൊന്നും കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. ഇത്തരം വിഷയങ്ങളൊന്നും ഇടപെടാതിരിക്കുകയാണെങ്കിൽ മാത്രമേ മതവിഷയങ്ങളിലുള്ള പൂർണ്ണമായ അധികാരം അല്ലെങ്കിൽ ഇടപെടലൊക്കെ മതത്തിന് മാത്രം നൽകിയാൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു CPM ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ പിന്തുണ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു എഡിറ്റോറിയൽ കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന വിഭാഗം ഞങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ശത്രുതയിൽ കഴിയുന്നൊരു വിഭാഗമല്ല. ഈ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ ഞങ്ങളുമായി ശത്രുതയിൽ കഴിയുന്നവരല്ല. ശത്രുതയിൽ ഒരു കൂട്ടരെയുള്ളൂ. അത് കടുത്ത വർഗീയവാദികളാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ NDF ഉണ്ടായിരുന്നു, പിന്നെ അത് SDPI ആയി. അവർക്ക് ഞങ്ങളോട് കടുത്ത ശത്രുതയുണ്ട്. കാരണം ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ പോരാടുന്നവരാണ്. ബാക്കിയെല്ലാം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് തന്നെ മതപരമായ കാര്യങ്ങളിൽ ചില വീക്ഷണങ്ങളുണ്ടാകും. അതിൽ ഞങ്ങൾക്ക് യോജിക്കാവുന്നതും ഞങ്ങൾ വിയോജിക്കുന്നതുമായ പ്രശ്നങ്ങളുണ്ടാകും. വിയോജിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തും. അതൊന്നും ഒരു മതനിരപേക്ഷത ചിന്താഗതിക്കാരെന്ന നിലക്ക്
ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അലോസരപ്പെടുത്തുന്നതല്ല. മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള ആപത്തിനെ നേരിടലാണ് ഇന്ന് കേരളത്തിൽ പ്രധാനം. അതിന് ഇതൊന്നും വിഘ്നമായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് പിരിയാം അല്ലേ? എല്ലാ വിശദാംശങ്ങളും എനിക്ക് പറയാൻ കഴിയില്ല. അത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് നമ്മൾ ചർച്ച ചെയ്ത് നോക്കണം. എല്ലാ വികസനത്തിനും ഞങ്ങൾ അനുകൂലമാണ്. കേരള മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ചോദ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിശദീകരിക്കണം. അതാണ് ഉണ്ടാകുന്നത്. ശരി. ഇപ്പോൾ മെട്രോയുടെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് പോകാം. ഇ ശ്രീധരൻ സംസാരിക്കുന്നു. തത്സമയം system of cycling, which we are doing for the first time in the country. But we hope that this also will, with the help of Alstom, who are involved not only for the rolling stock supply, for the signaling system, and also for the power supply and power distribution, we hope we'll be able to achieve it. On this occasion, I want to once again thank the Honorable Chief Minister and the Power Minister for all the assistance and guidance accepted to us. Jai Hind. Thank you, Dr. A. Sridhar. ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. തത്സമയ ശ്രീധരൻ സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അമ്പത്തിയാറാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 5ാം ദിവസം എങ്ങനെയെന്ന് നോക്കാം. പാലക്കാടും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് പോയിന്റ് നിലയിൽ. എന്നാൽ അല്പം മുന്നിൽ കോഴിക്കോടാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിലേക്ക്, സൗമ്യയിലേക്ക്. കലോത്സവത്തിലെ ആ കലാവസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്ന മറ്റൊരു പുലരിയിലേക്കാണ് ഇന്ന് കലോത്സവ വേദികൾ ഉണർന്നിരിക്കുന്നത്. പ്രധാന വേദിയിൽ ഒപ്പന അടക്കം ഇന്ന് വളരെ മനോഹരമായ മത്സര ഇനങ്ങളാണ് വേദികളെല്ലാം തന്നെ ഉണർത്തിയിരിക്കുന്നത്. എല്ലാ വേദികളും സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഇന്നലെ മറികടന്ന ആ കോഴിക്കോടിൻ്റെ മുന്നേറ്റം അത് തന്നെയാണ് ഇന്നും തുടരുന്നത്. ഇന്നത്തെ റിസൾട്ടുകളൊന്നും വന്നിട്ടില്ല, പക്ഷേ കോഴിക്കോട് തന്നെ ആണ് ഇന്നലത്തെ റിസൾട്ടുകൾ അനുസരിച്ച് മുന്നിൽ നിൽക്കുന്നത്. 660 പോയിന്റുമായി കോഴിക്കോട് 1-ാം സ്ഥാനത്ത്, 655 പോയിന്റുമായി പാലക്കാട് 2-ാം സ്ഥാനത്ത്, കണ്ണൂർ 3-ാം സ്ഥാനത്ത് 650 പോയിന്റുമായി. ഈ നിലയിലാണ് കലോത്സവത്തിൻ്റെ പോയിന്റ് നില. എങ്കിൽ കൂടിയും ഈ 117.5 പവൻ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കാനുള്ള ഒരു അവസാനവട്ട വലിയ ശക്തമായ ഒരു മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ തന്നെ ആ വിധത്തിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഒരുപക്ഷെ ഇത്തവണത്തെ കലോത്സവം നമ്മൾ നോക്കുമ്പോൾ ആകെ ഒന്ന് നോക്കിയാൽ ആ കലോത്സവത്തിൻ്റെ പേര് കലോത്സവം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വർണ്ണാഭമായ ഒരു കലോത്സവമാണ്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ശരിക്കും സംഘഗാന വേദിയിൽ നിന്നും ആണ്. റാമ്പിൽ സുന്ദരികൾ എത്തുന്നത് പോലെയായിരുന്നു പെൺകുട്ടികൾ വർണ്ണ മനോഹരമായ വസ്ത്രങ്ങൾ, പല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പാട്ടുപാടാനായി എത്തിയത്. വേദി 8ന്റെ പേര് നാദം. കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന പഴമൊഴി മാറ്റി കണ്ടതും അതിമധുരമെന്ന് തിരുത്തി പറയേണ്ടി വരും ഇവിടെ എത്തിയാൽ. ദൃശ്യങ്ങൾ കണ്ട് ഡിസൈനർ വസ്ത്രങ്ങളുടെ പ്രദർശന വേദിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. സംഘഗാനത്തിനായി എത്തിയ മത്സരാർത്ഥികളാണിവർ. ഓരോ ടീമും വിവിധ വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇത്തവണ വേദിയിലെത്തിയത്. പൊതുവെ സംസ്കൃതം കോമ്പറ്റീഷനൊക്കെ എല്ലാവരും പാടി ബ്ലസ് ഇട്ടാണ് വരാറ്. പക്ഷേ ഇതിൽ കണ്ടത് ഓരോരുത്തരും ഓരോ ടൈപ്പ് ഇട്ടിട്ടാണ് വന്നത്. നമ്മളും കുറച്ച് വെറൈറ്റിയാണ്. എല്ലാവരും അതിനനുസരിച്ച് എല്ലാം നല്ല കളർഫുള്ളായിട്ട് തോന്നി. നിറത്തിൽ മാത്രമല്ല വൈവിധ്യം, സൽവാറും പാവാടയും ലെഹങ്കയും വരെ വേദിയിലെത്തി. വർണ്ണവൈവിധ്യങ്ങളാൽ സമ്പന്നമായിരുന്നു ഇത്തവണ സംസ്കൃതം സംഘഗാന വേദി. വേദിയിൽ മഴവില്ല് വിരിച്ച സുന്ദരി കുട്ടികൾക്കും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനുമൊപ്പം വിനിഷ വൃന്ദാവൻ.
കലോത്സവത്തിൽ ചിലപ്പോൾ മത്സരങ്ങൾ ഒരല്പം വൈകാറൊക്കെ ഉണ്ട്. എന്നാലും ഊണും ഉറക്കവും ഇല്ലാതെ നിൽക്കുന്ന മറ്റു ചില കൂട്ടർ കൂടിയുണ്ട്, ക്രമസമാധാന പാലകർ. കലോത്സവ വേദികളിലും പരിസരത്തും എല്ലാമായി കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ ഊണും ഉറക്കവും ഇല്ലാത്ത ഈ പ്രയത്നം കൊണ്ടുകൂടിയാണ്. കലയും കാക്കിയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇനി പറയാം. സമരഭൂമിയായ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കാക്കിയല്ല കൗമാരകലയുടെ കൈപിടിക്കുന്ന കാക്കി. വേദിയും സദസ്സും ഉണരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഞങ്ങൾ തയ്യാർ. കൗമാര കലാപ്രതിഭകളുടെ വാശിയേറിയ മത്സരത്തോടൊപ്പം തന്നെ ഞങ്ങളും മത്സരിക്കുന്നു. പൊടിയോടും കത്തുന്ന വെയിലിനോടും നിയന്ത്രിക്കാനാവാത്ത തിരക്കിനോടുമെല്ലാം. പരസ്പരം മത്സരിക്കാനല്ലെങ്കിലും ചില മുദ്രകൾ ഞങ്ങൾക്കും നേരത്തെ മനഃപ്പാഠമാണ്. അരങ്ങിലെ കല കലഹമാക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഒരു സാന്ത്വനമായും ഞങ്ങൾ എത്താറുണ്ട്. സമയം വൈകി, പ്രേക്ഷകർ മാറി, മത്സരാർത്ഥികളും മാറി. പക്ഷേ മാറ്റമില്ലാതെ തുടരുന്നത് ഞങ്ങൾ മാത്രമാണ്. രാവുറങ്ങുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഉണർന്നിരിക്കണം. മോഷണം, പിടിച്ചുപറി, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി മത്സര ഇനത്തിൽപ്പെടാത്ത കലകൾക്ക് ഇവിടെ വേദിയൊരുക്കാതിരിക്കാൻ. ഊണും ഉറക്കവും കളഞ്ഞ് രാവും പകലുമില്ലാതെ ജോലി ചെയ്യുന്ന ഞങ്ങളെ ആരും ശ്രദ്ധിക്കാറേയില്ല. അതിലൊട്ടും ഞങ്ങൾക്ക് പരിഭവവുമില്ല. അപ്പീലുകളുടെ മേള കൂടിയായ കലോത്സവത്തിൽ കേരള പോലീസ് നൽകുന്ന സുരക്ഷിതത്വത്തിൽ ആരും അപ്പീൽ നൽകരുത് എന്ന വാശി കൂടെ ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകാം. നേരം പുലരാറായി. ഇനിയും ഉറങ്ങാത്ത വേദിയിൽ ഉണർന്ന കണ്ണുകളുമായിരിക്കുന്ന കേരള പോലീസിൽ വിശ്വാസമർപ്പിച്ച് തന്നെയാണ് ഓരോ മലയാളിയും ഈ കലോത്സവ നഗരിയിലെത്തുന്നത്. ഒരു ദിവസം മുഴുവൻ കേരള പോലീസിനോടൊപ്പം ചെലവഴിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ഞങ്ങളുടെ ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ഭരതനാട്യ മത്സരത്തിൽ കുട്ടികൾ അരങ്ങിൽ നടന ചാരുത തീർത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ കാണികളും ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരം നടന്നത് ഒരു വലിയ സദസ്സിലായിരുന്നു. ഒന്നാമത്തെ വേദിയായ പുത്തിരിക്കണ്ടം മൈതാനത്തിലെ ചിലങ്കയിൽ തിരശ്ശീല ഉയർന്നപ്പോൾ കുമാരിമാർ കൃഷ്ണചരിതവും മഹാഭാരതത്തിന്റെ ഏടുകളും ധീരനായ യോദ്ധാവ് കർണനെയും നടനചാരിതയിലൂടെ അരങ്ങിലെത്തിച്ചു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ മുദ്രകളും കണ്ണുകളുടെയും കൈകളുടെയും ചലനവുമൊക്കെ ബഹുഭൂരിപക്ഷം മത്സരാർത്ഥികളും ഭംഗിയായി തന്നെ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ കാണികളും കൈയടിക്കാൻ മറന്നില്ല. സ്ഥിരം വേദിയിൽ കാണാറുള്ള ആവർത്തന വിരസത ഭരതനാട്യ വേദിയിൽ ദൃശ്യമാകാത്തതിൽ വിധികർത്താക്കൾക്കും നൃത്ത ആസ്വാദകർക്കും സന്തോഷമുണ്ടായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നും 35-ലധികം വിദ്യാർത്ഥിനികളാണ് ഭരതനാട്യത്തിലൂടെ കാണികളുടെ മനം കവർന്നത്. മറ്റു ദിവസങ്ങളിലെ നൃത്ത ഇനങ്ങളിലേതിനേക്കാൾ നിറഞ്ഞ സദസ്സായിരുന്നു ഭരതനാട്യം വേദിയിൽ ഉണ്ടായിരുന്നതെന്നതും പറയാതെ വയ്യ. 35-ലധികം കലാകാരികളാണ് വേദി ഒന്നായ ചിലങ്കയിൽ ഭരതനാട്യത്തിൽ അരങ്ങ് തകർത്തത്. മികച്ച ഒരു ഭരതനാട്യം ആസ്വദിക്കാനായെന്ന സന്തോഷത്തോടെയാണ് ആസ്വാദകർ മടങ്ങിയത്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. കലോത്സവത്തിൽ ചവിട്ട് നാടകം ഇടം പിടിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല. പക്ഷേ വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടികൾ ചവിട്ട് നാടകത്തിനായി അരങ്ങിലെത്തിയത്. അപ്പീലുകൾ ഉൾപ്പെടെ 22 മത്സരാർത്ഥികളാണ്, 22 ഗ്രൂപ്പുകളാണ് മത്സരിക്കാനായി വേദിയിലെത്തിയത്. യൂറോപ്യൻ നാടകങ്ങളെ അനുകരിച്ചാണ് ചവിട്ട് നാടകത്തിന്റെ അവതരണം. ലത്തീൻ ക്രൈസ്തവരുടെ കലാരൂപമായിരുന്ന ചവിട്ട് നാടകം വേദിയിലെത്തിയപ്പോൾ അവതരണ തനിമ പിന്തുടർന്നു. ചെന്തമിഴ് കലർന്ന ഭാഷയിലാണ് അവതരണം. വേദിയിലെത്തിയ സംഘങ്ങളിൽ ഏറെയും കാറൽമാൻ ചരിതം എന്ന പ്രാചീന കഥയാണ് തെരഞ്ഞെടുത്തത്. 10 ടീമുകളെ പരിശീലിപ്പിച്ചത് ഒരേ അധ്യാപകൻ തന്നെയാണ്.
ഏറ്റവും കൂടുതൽ ഇപ്പോൾ പങ്കാളിത്തം വന്നത് ഇപ്പോൾ എല്ലാ സ്കൂളിൽ ചെല്ലുമ്പോൾ ചവിട്ടുപാടത്തിനോടാണ്. പക്ഷേ 10 കുട്ടികൾക്ക് സെലക്ഷനുള്ള ഈ കലാരൂപത്തിൽ മത്സരിക്കാൻ അവസരമുള്ള കലാരൂപത്തിൽ ഏകദേശം ഒരു 50-60 കുട്ടികളാണ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ എന്തോരം ഈ കലയോട് കാണിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്കറിയാം. പക്ഷേ നമ്മൾ 10 കുട്ടികളെ ഉൾപ്പെടുത്താൻ പറ്റും. കഥയിലും അവതരണത്തിലും സമാനതകളുണ്ടെങ്കിലും വേഷവിധാനങ്ങളിൽ വ്യത്യസ്തത പുലർത്താൻ ടീമുകൾ ശ്രദ്ധ പുലർത്തി. വേറിട്ട കഥാപശ്ചാത്തലം തിരഞ്ഞെടുത്ത ടീമുകൾ ശ്രദ്ധേയമായി. 22 ടീമുകളാണ് ഹയർ സെക്കൻഡറി വിഭാഗം ചവിട്ടുനാടക മത്സരത്തിനായി എത്തിയത്. ഭൂരിഭാഗം ടീമുകളും ഒരേ കാർ തന്നെയാണ് അവതരണത്തിനായി തിരഞ്ഞെടുത്തത്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം CG ദിൽജിത്ത്. ഈ ദിവസത്തെ മനോഹരമായ കാഴ്ചകൾ വേദികളെല്ലാം ഉണർത്തി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കലോത്സവ വിശേഷങ്ങളുമായി വളരെ വേഗം അടുത്ത ബുള്ളറ്റിനിൽ കാണാം. നമസ്കാരം. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജ് നാഥനില്ല കളരിയായി. പ്രിൻസിപ്പളുമില്ല, HARDക്ക് ഡയറക്ടറുമില്ല. കോളേജ് കവാടത്തിൽ പൊട്ടിയൊലിച്ച മലിനജലത്തിൽ വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായി പേപ്പർ വള്ളമിറക്കി പ്രതിഷേധിച്ചു. IHRD എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിജയശതമാനത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊട്ടാരക്കര കോളേജിനോടുള്ള അവഗണനയാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരെ പ്രിൻസിപ്പാലായി നിയമിക്കുകയും പുതിയ കോഴ്സ് അനുവദിക്കാതിരിക്കുകയും പിൻവാതിൽ നിയമനം നടത്തുകയും ചെയ്യുന്ന മാനേജ്മെന്റ് നിലപാടിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷേപമുണ്ട്. കൊട്ടാരക്കര പ്രദേശത്തുള്ള ഒരേ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. മെറിറ്റിൽ ഞങ്ങളുടെ പൊസിഷൻ 4th പൊസിഷനാണ്. ആകെ 2 ബ്രാഞ്ചേ ഉള്ളൂ ഇവിടെ. അതിന് ഒരു ഫാക്കൽറ്റി ഇവിടെ ഇല്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ ഇല്ല, IHRDക്ക് ഡയറക്ടർ ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഞങ്ങൾ നേരിടുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ടാണ് മിക്കവാറും ബസ്സിനെല്ലാം വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലാണ്ട് ഫസ്റ്റ്ലി അഡ്മിഷനിൽ കുട്ടികൾ ചോദിക്കുന്നത് കോളേജ് ബസ് അല്ലാണ്ട് വേറെ എന്ത് മാർഗ്ഗമാണ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതെന്നാണ്. അപ്പോൾ ഈ എല്ലാ ദിവസവും 100 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തവർ അല്ലെങ്കിൽ 40 രൂപയ്ക്ക് ഓട്ടോമിക്ക് കൊടുത്തത് ഇത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഇതൊരു പബ്ലിസിറ്റി ഇല്ല. കൊട്ടാരക്കരയിലുള്ള പലർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്ന്. ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് PhD പോലെയുള്ള ഡിഗ്രികളുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളെ ഇതുവരെ കൊട്ടാരക്കര കോളേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതൊരു വലിയ അപര്യാപ്തതയാണ്. അതേസമയം ഉടൻ PhD യോഗ്യതയുള്ള അധ്യാപകനെ പ്രിൻസിപ്പാളായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകർ നടത്തിയ ധർണ കൊട്ടാരക്കര MLA ഐഷ പോറ്റി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഭരണപക്ഷം പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് IT മേഖലയുടെ വികസനമാണ്. എന്നാൽ ശുദ്ധജലം ലഭ്യതയും ഗതാഗത സൗകര്യവും ഇവിടെ എവിടെയെന്ന് മറുചോദ്യമാണ് പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. ടെക്നോ പാർക്ക്, ഇൻഫോസിസ്, UST ഗ്ലോബൽ എന്നിങ്ങനെ നീളുന്നു കഴക്കൂട്ടം മണ്ഡലത്തിലെ ITയുടെ വളർച്ച. ഇതിനാനുപാതികമായി പരിസരം ഫ്ളാറ്റുകളാലും നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴക്കൂട്ടം കാരക്കോട് 4-വരിപ്പാതയുടെ പണിയും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 42,200 കോടിയുടെ സ്വകാര്യ പൊതുനിക്ഷേപം IT മേഖലയിൽ ഉണ്ടായതായാണ് സ്ഥലം MLA MA വാഹിദിന്റെ അവകാശവാദം. ഏകദേശം 42,200 കോടി രൂപയുടെ നിക്ഷേപം അവിടെ വന്നിട്ടുണ്ട്, സ്വകാര്യ പൊതുനിക്ഷേപം. അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ട്. ഇതല്ല കഴക്കൂട്ടം മണ്ഡലത്തിലെ പ്രധാന പ്രശ്നങ്ങൾ എന്നുള്ളതാണ് വസ്തുത. റോഡ്, യാത്ര, ഗതാഗതക്കുരുക്ക് എന്നീ പ്രശ്നങ്ങൾക്കാണ് ഇവിടുത്തെ ജനങ്ങൾ പരിഹാരം തേടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇപ്പോഴും കഴക്കൂട്ടം പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴക്കൂട്ടം മെഡിക്കൽ കോളേജ് റോഡിലെ യാത്ര ദുരിതപൂർവമാണ്. ശ്രീകാര്യമാകട്ടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടിട്ട് കാലങ്ങളായി. മറ്റൊരു പ്രശ്നം കുടിവെള്ളമാണ്. കല്ലടിവിള, ചെങ്കോട്ടുകോണം, കാട്ടായിക്കോണം, ഞാണ്ടൂർക്കോണം എന്നീ പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുകയാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ സർക്കാർ അവഗണിച്ചുവെന്ന പരാതിയും വ്യാപകമാണ്. പ്രധാനപ്പെട്ട ഈ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കഴക്കൂട്ടം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള യാത്ര. വർഷങ്ങളായിട്ട് എത്ര പദ്ധതികൾ ഗവൺമെൻറ് റോഡ് വൈഡനിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആ നിയോജകമണ്ഡലത്തിലെ പല ഭാഗത്തുമുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഒന്ന് കുടിവെള്ളം, യാത്ര, യാത്രയിൽ ഞാൻ പറഞ്ഞ ശ്രീകാര്യത്തിൻ്റെ റോഡ് വികസനം, അതാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ആ അടിസ്ഥാന പ്രശ്നമായ റോഡ് വികസനം, കഴക്കൂട്ടം മുതൽ കേശവാസം വരെയുള്ള റോഡ് വികസനം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കപ്പെടണം. ഇപ്പോൾ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രധാന റോഡുകൾക്ക് പുറമെ ബൈറോഡുകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല.
BM&BC പദ്ധതിയിൽ നിർമ്മിച്ച റോഡുകൾ കാലാവധി കഴിയും മുൻപേ നശിച്ചു കഴിഞ്ഞു. ഹൈവേ വികസനം നടന്നിട്ട് പോലുമില്ല. അതോടൊപ്പം ടൂറിസത്തിന് അനന്ത സാധ്യതകളുണ്ടായിരുന്ന മടവൂർപ്പാറ അവഗണനയുടെ പാതയിലുമാണ്. വേളിയിലെ ടൂറിസവും കാര്യക്ഷമമല്ല. മാസ്റ്റർ പ്ലാൻ മരവിപ്പിച്ചെങ്കിലും ജനങ്ങൾ ഇതിന്റെ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറിയിട്ടില്ല. ഭൂമി വിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അതേസമയം കാര്യവട്ടം ക്യാമ്പസും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും കഴക്കൂട്ടത്തിന്റെ അഭിമാനവുമാണ്. IT രംഗത്തുണ്ടായ വളർച്ച പോലെ തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം എന്നത് മാത്രമാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏക ആഗ്രഹം. ഇതിന് പുതുതായി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിക്ക് ആകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.